ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനം, സ്റ്റെൽത്ത് ടെക്നോളജി, സൂപ്പർ ക്രൂസ്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ നിൽക്കുന്നു. റഷ്യയുടെ സുഖോയ് Su-57 ഇന്ത്യയിൽ നിർമ്മിക്കുമോ, അല്ലെങ്കിൽ ഈ ഡീൽ വീണ്ടും വൈകാനാണോ സാധ്യതയുള്ളത്? വാർത്ത ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ വ്യോമശക്തി അടുത്ത ലെവലിലേക്ക് പോകുന്ന ഒരു വലിയ തീരുമാനത്തിന്റെ വക്കിലാണ് ഇപ്പോഴുള്ളത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യയുമായി ചേർന്ന 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു നിർണായക ഘടകം ബാക്കി നിൽക്കുകയാണ്: റഷ്യയുടെ ഫൈനൽ കൊട്ടേഷൻ. ഇത് വന്നാൽ മാത്രമേ ഈ പ്രോജക്റ്റിന്റെ ഭാവി തീരുമാനിക്കാനാകൂ. എന്താണ് നിലവിലെ സ്ഥിതി പരിശോധിക്കാം. HAL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ DK സുനിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് റഷ്യൻ ഡെലിഗേഷൻ ഇതിനകം ഇന്ത്യയിൽ HAL ഫെസിലിറ്റികൾ സന്ദർശിച്ചു കഴിഞ്ഞു എന്നതാണ്. അവരുടെ വിലയിരുത്തൽ എന്താണെന്നറിയാമോ? HALന്റെ നിലവിലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഏകദേശം 50% വരെ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. അതായത് പുതിയ സംവിധാനം പൂർണ്ണമായും പണിയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മിക്കാൻ അധിക നിക്ഷേപം അനിവാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ റഷ്യൻ ടീമുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് Su-57ന്റെ കഴിവുകൾ വിശദീകരിച്ച് പ്രസന്റേഷനുകളും നടത്തിക്കഴിഞ്ഞു. HAL സ്വന്തമായി ഫാക്ടറി കപ്പാസിറ്റിയും വിലയിരുത്തി എന്നതാണ്. റഷ്യൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്താണെന്ന് പരിശോധിക്കാം. ഇന്ത്യക്ക് ഈ പ്രോജക്റ്റിന്റെ വലിയൊരു ഭാഗം ദേശീയമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നത് തന്നെയാണ് അതിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പക്ഷേ എല്ലാം നിർത്തുന്നത് ഒരു കാര്യത്തിലാണ്: ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വരുന്നത്? റഷ്യ ഇപ്പോഴും കൃത്യമായ കൊട്ടേഷൻ നൽകിയിട്ടില്ല. അത് കിട്ടിയാലേ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് IAFന് മുന്നിൽ, അതായത് ഇന്ത്യൻ എയർഫോഴ്സിന് മുന്നിൽ പൂർണ്ണമായ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പ്ലാൻ ഒക്കെ അവതരിപ്പിക്കാനാകൂ. ഇത് ഒരു സാധാരണ ഡീലല്ല. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം തന്നെയാണ് ഇതിലൂടെ എടുത്തു കാണിക്കുന്നത്. ബയ്യർ സെല്ലർ മോഡലിൽ നിന്ന് ജോയിന്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ മോഡലിലേക്ക് മാറുകയാണ്. അതായത് നേരത്തെയൊക്കെ റഷ്യയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതൊരു ബയ്യർ സെല്ലർ മോഡലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുമിച്ച് കൂട്ടായുള്ള നിർമ്മാണ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടി ഇത് വലിയൊരു ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. T-90 ടാങ്കുകളുടെ ഇന്ത്യയിലെ അസംബ്ലി, സുഖോയ് Su-30 MKI യുദ്ധവിമാന നിർമ്മാണം, ബ്രഹ്മോസ് മിസൈൽ കോ ഡെവലപ്മെന്റ്. ഇതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ്. 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യ റഷ്യ ആനുവൽ സമ്മിറ്റ് 2025 ഈ ദിശയിൽ കൂടുതൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചേർന്ന് തീരുമാനിച്ചത് റഷ്യൻ ആയുധങ്ങളുടെ സ്പെയർ പാർട്സ് ഇന്ത്യയിൽ നിർമ്മിക്കുക, അതുപോലെ തന്നെ കമ്പോണൻസ് അഗ്രിഗേറ്റ്സ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഫ്യൂച്ചർ എക്സ്പോർട്ട് മാർക്കറ്റുകൾ ലക്ഷ്യമിടുക എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ്. റഷ്യയുടെ ഭാഗത്ത് നിന്നൊരു ശക്തമായ ഉറപ്പ് കൂടി ഉണ്ട് കേട്ടോ. റോസ്റ്റെക് CEO സെർഗി ചെമെസോവ് പറഞ്ഞതനുസരിച്ച് ഇന്ത്യ ആവശ്യപ്പെടുന്ന ടെക്നോളജി ട്രാൻസ്ഫർ കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ് എന്നതാണ്. അതായത് ടെക്നോളജി ട്രാൻസ്ഫർ മുഴുവനായി നമ്മുടെ രാജ്യത്തേക്ക് അവർ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഫുൾ ടെക്നോളജി ആക്സസ് നൽകാൻ റഷ്യ തയ്യാറാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. അതുപോലെ തന്നെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ മേധാവി വാഡിം ബഡേഖ പറഞ്ഞതനുസരിച്ച് ഇന്ത്യയുടെ ടെക്നിക്കൽ ആവശ്യങ്ങൾ പോസിറ്റീവായി സ്വീകരിച്ചിട്ടുണ്ടെന്നതും, അതുപോലെ തന്നെ റഷ്യൻ ടീം ഇപ്പോഴും ഇന്ത്യയുമായി അടുത്ത ബന്ധത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നു എന്നതുമാണ്. ഈ Su-57 പ്രോജക്റ്റ് ഫൈനലൈസ് ആകുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വ്യോമശക്തിയിൽ വലിയ മാറ്റമാണ് വരാനിരിക്കുന്നത്. ദേശീയമായി വികസിപ്പിക്കുന്ന AMCA പദ്ധതി നമുക്കറിയാവുന്നതാണ്, അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതിയെ ഇത് വലിയ രീതിയിൽ തന്നെ ശക്തിപ്പെടുത്തും. ഇന്ത്യ ഇനി ഒരു ബയ്യർ മാത്രമല്ല, കട്ടിംഗ് എഡ്ജ് ഫൈറ്റർ ടെക്നോളജിയുടെ ഒരു കോ പ്രൊഡ്യൂസർ കൂടിയാണ്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു ഡോക്യുമെന്റിനായാണ്: റഷ്യയുടെ കൊട്ടേഷൻ. അതിൽ തന്നെ ഒരു തീരുമാനമാകും ഈ പ്രോജക്റ്റ് നടക്കുമോ, എത്ര വേഗത്തിൽ നടക്കും, ഇന്ത്യയുടെ 5th ജനറേഷൻ ഫൈറ്റർ സ്വപ്നം എപ്പോൾ യാഥാർത്ഥ്യമാകും എന്നീ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ ആ കൊട്ടേഷൻ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കണം. Su-57 ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുമോ, അല്ലെങ്കിൽ വീണ്ടും വൈകുമോ? ഈ വലിയ പ്രതിരോധ കഥയുടെ അടുത്ത ചുവടുകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.